ഗുഡ് മോർണിംഗ്. ഇന്നുണ്ടല്ലോ നമുക്ക് ചെടിയും പച്ചക്കറിക്ക് നടാനുള്ള ഒരു സൂത്രവിദ്യ കാണാം കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ മതിൽ പണിതപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടിയിരുന്നത് ഒരു അടി ഹൈറ്റിലാണ് കെട്ടിയിരുന്നത്. അപ്പോൾ ആ ഫൗണ്ടേഷൻ്റെ ഏറ്റവും അറ്റത്തിട്ടാണ് മതിൽ പണിതത്. അപ്പോൾ അത്രയും സ്പേസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അതിൽ ബാലൻസ് ഉള്ള കുറച്ച് കട്ടകൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കുറച്ച് കരിയിലയും കമ്പോസ്റ്റും മണ്ണൊക്കെ ഇട്ട് നിറച്ചാൽ എന്തെങ്കിലുമൊക്കെ നടാലോ എന്ന് ഓർത്തു. അങ്ങനെയാണ് ഞാൻ വിദാസ് വീട്ടിലെ ദീപ്തി ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് എവിടെയെങ്കിലും നടണം. ഡ്രാഗൺ ഫ്രൂട്ടിന് മുള്ളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഏരിയ ആണെങ്കിൽ നമ്മൾ മേത്തൊക്കെ കുത്തി പൊള്ളൂലേ. അപ്പോൾ ആർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിലാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ നട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ നട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ശാശ്വതമായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി സിമെൻറ്റ് ഞാൻ തന്നെ ഇട്ട് വെച്ച് കുറച്ച് പൈപ്പൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം വെള്ളം പോകണമല്ലോ, കാരണം ഡ്രാഗൺ ഫ്രൂട്ടിന് അധികം വെള്ളം ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ കാണുന്ന 2 പില്ലറിലും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു PVC പൈപ്പോ അല്ലെങ്കിൽ GIയുടെ പൈപ്പ് എന്തെങ്കിലും ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് വളരുമ്പോൾ അതിന് നമുക്ക് താഴത്തേക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ മെജോറിറ്റി പോർഷനും നമ്മളുടെ അകത്ത് തന്നെ, നമ്മളുടെ പ്ലോട്ടിനകത്ത് തന്നെ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാനും പറ്റും. ഡ്രാഗൺ ഫ്രൂട്ട് നല്ല രീതിയിൽ നമുക്ക് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി അഥവാ മണ്ണിൻ്റെ ആവശ്യം കുറച്ചും കൂടി വേണ്ടി വരികയാണെങ്കിൽ ഒരു ലെയറും കൂടെ നമുക്ക് കല്ല് കെട്ടി വെച്ചാൽ മതി. പിന്നെ ഈ കാണുന്നതാണ് ഞാൻ ലൈവ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ വെച്ചേക്കുന്നത്. ഇത് ആദ്യം വാങ്ങിയതാണ്. ഇത് ഞാനൊരു PVC പൈപ്പിൽ നെറ്റ് കെട്ടി കൊടുത്തിട്ട് ചുറ്റിലും കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ നട്ടു. അതിലൊരു സൂത്രം കാണാം കേട്ടോ, നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഇതേ കണ്ടില്ലേ, ചെറിയ കൂമ്പ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഇളപ്പുകൾ വരാട്ടോ. ശരിക്കും ഒരു കള്ളിമുൾച്ചെടിയുടെ പോലെ തന്നെ. ഇപ്പുറത്തെയാണ് കുറച്ചും കൂടെ വലുതായിട്ട് നിൽക്കുന്നത്. അത് ഞാൻ കുറച്ചും കൂടെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ. കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇളപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ മഴ സമയത്തും ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. നല്ല സാഫൊക്കെ പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.